അപ്പൊ നമ്മള് അപ്പൊ അദ്ദേഹം പറയുന്നത് ഞാൻ ഇവിടെ നിന്ന് പലതും ഞാൻ ജോലി ചെയ്തു മറ്റേ മറിച്ചെന്ന്. അപ്പൊ നമ്മളെയൊക്കെ സംബന്ധിച്ച് ഇപ്പൊ ആശയൊക്കെ എത്രയോ ചെറുപ്പം ജനിച്ചപ്പോൾ മുതൽ ഇവിടെ ഉള്ളതാണ്. എൻ്റെ അമ്മയ്ക്കാവട്ടെ അമ്മയുടെ കുടുംബത്തിനാവട്ടെ. അപ്പൊ നമ്മളൊക്കെ ഇത്ര 10-60 കൊല്ലമായിട്ട് ഇവിടെ ഇതിനെ കണ്ട് കേട്ട് വളർന്നു വന്നിരിക്കുന്ന നമുക്കറിയാത്ത എന്ത് കാര്യമാണ് ഇന്നലെ വന്ന ഈ മനുഷ്യന് മനസ്സിലാക്കിയിരിക്കുന്ന ഈ ആശ്രമത്തെക്കുറിച്ച്. സത്യത്തിൽ ഈ ആശ്രമത്തെക്കുറിച്ച് ഒന്നും മനസ്സിലാക്കിയിട്ടില്ലാത്തൊരു വ്യക്തിയാണ് ഈ സംസാരിക്കുന്നത്. അദ്ദേഹം കുടുംബാംഗം എന്നാണ് പറയുന്നത് ഗുരുവിനെ. ഇപ്പൊ ഗുരുവിനെയൊക്കെ പോലുള്ള ഒരു ഗുരുവിനെ സംബന്ധിച്ച് രക്തബന്ധത്തിൽ കുടുംബാംഗം എന്ന് പറയുന്ന അധിക്ഷേപിക്കുന്നതിന് തുല്യമാണ്. ഗുരുവിന്റെ കുടുംബാംഗം എന്ന് പറയുന്ന ശിഷ്യ സമൂഹം. നമ്മളെല്ലാവരും ഗുരുവിന്റെ കുടുംബം. നമ്മൾ ശിഷ്യന്മാര്. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു എൻ്റെ ഗുരു ശിഷ്യപൂജിതയാണെങ്കിൽ എൻ്റെ ഗുരുവിന്റെ ഗുരുവാണ് നവജ്യോതി ശ്രീ കരുണാകര ഗുരു. അപ്പൊ ഞാൻ ആ ഗുരു ശിഷ്യ പരമ്പരയിലുള്ള ഒരാളാണ്, ഒരു കണ്ണിയാണ്. എൻ്റെ അമ്മയുടെ ഗുരു നവജ്യോതി ശ്രീ കരുണാകര ഗുരുവായിരുന്നു. അപ്പൊ ആശയ്ക്കും നമുക്കൊക്കെ ആദ്യകാലത്ത് ഗുരു നവജ്യോതി ശ്രീ കരുണാകര ഗുരുവാണ്. എന്നാൽ നമ്മൾ ആ പൂർണ്ണതയിലേക്ക് എത്താത്തത് കൊണ്ട് നമുക്ക് വീണ്ടും ഒരു സദ്ഗുരുവിൻ്റെ ആവശ്യം വന്നപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഗുരുവിനെ സ്വീകരിച്ച് നമ്മൾ ആ രീതിയിലാണ് പരിണമിക്കുന്നത്. അപ്പോൾ എക്കാലവും ഗുരു മനുഷ്യരൂപത്തിലാണ്, നമുക്ക് ദൈവത്തിൻ്റെ സ്വഭാവത്തിലാണ് നമ്മൾ പരമ ഗുരുവിനെ എക്കാലവും നമ്മുടെ പരമ്പരയിൽ കാണുന്നത്. അപ്പൊ ഈ വ്യക്തിക്ക് ഇതെല്ലാം തെറ്റാണ്. എന്നിട്ട് കുടുംബാംഗം, എന്നിട്ട് ഗുരുവിന്റെ ഫോട്ടോ, അങ്ങനെ എല്ലാ കാര്യത്തിനെയും വളരെ ആശ്രമോചിതമായിട്ടുള്ള ഒരു രീതിയിലും അല്ല ഒന്നിനെയും കൈകാര്യം ചെയ്യുന്നത്. കാര്യം കുടുംബാംഗം എന്നൊക്കെ പറഞ്ഞിരുന്നപ്പോൾ ഗുരു ശരീരത്തിലുണ്ടായിരുന്നെങ്കിൽ കാരണക്കുറ്റി നോക്കി ഒരു അടി കൊടുത്തനെ കുടുംബാംഗം എന്ന പേര് വെച്ചതിൽ. അപ്പം ഇത് അങ്ങനെ ഗുരുക്കന്മാരെ പറഞ്ഞുകൂടാ, അങ്ങനെ അധിക്ഷേപിക്കുന്നതിന് തുല്യമാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മളാണ് കുടുംബാംഗം, ഞാനാണ് ഗുരുവിന്റെ കുടുംബാംഗം, ആശയാണ് ഗുരുവിന്റെ കുടുംബാംഗം. ഗുരുവിനെ രക്തബന്ധം വെച്ച് പറഞ്ഞ സ്ഥിതിക്ക് ഇദ്ദേഹം കുടുംബാംഗമേ അല്ല, ഗുരുവിന്റെ ശത്രു. വേണമെങ്കിൽ ഇപ്പോൾ പണ്ട് മഹാഭാരതത്തിൽ ശകുനി രക്തബന്ധത്തിന്റെ പേരിലാണ് ആ കളിയെല്ലാം കളിച്ചത്. അപ്പൊ അതുപോലെയാണ് രക്തബന്ധത്തിന് വേണ്ടി കളിക്കുന്നവർ ശകുനി കളിയാണ്. ആത്മബന്ധത്തിന് വേണ്ടി, ഗുരുശിഷ്യ പാരസ്പര്യത്തിന് വേണ്ടി, അതാണ് ആത്മീയത. അപ്പം ഈ വ്യക്തി നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും തെറ്റായിട്ട് ഒരു കള്ളക്കഥകളും കാപട്യങ്ങളും, ഇപ്പൊ എൻ്റെ ജീവിതത്തെക്കുറിച്ച് നമ്മളെന്തോ ആ അവിഹിതത്തിൽ എന്ന് പറയുന്ന ആ വീഡിയോയിൽ എന്താ പറയാത്തത്? കാര്യം അവിഹിതം കണ്ടോളാൻ വേണ്ടിയാണ് പുള്ളി വീഡിയോ കാണാൻ വരുന്നത്. പുള്ളിക്ക് ആത്മീയതയൊന്നും വേണ്ട. അവിഹിതം എന്താ പറയാത്തത്? ആത്മീയതയൊക്കെ പുള്ളിക്ക് അറിയാമെന്നാണ് പറയുന്നത്. അവിഹിതത്തിനെ കുറിച്ച് കഥ പറഞ്ഞു കൊടുക്കാത്തതുകൊണ്ടാണ് പുള്ളിക്ക് അത് പറ്റിയില്ല. അപ്പം ഈ അവിഹിതത്തെക്കുറിച്ചും അല്ലെങ്കിൽ മറ്റു വ്യക്തികളെക്കുറിച്ചും നമ്മൾ എപ്പോഴും പറയണ്ടെന്ന് വെക്കുന്നു. പിന്നെ ഇപ്പോൾ ഞാൻ ഈ ചില കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ എന്തിനാണ്, ഇപ്പോൾ നമ്മളിവിടെ കുറേ ആൾക്കാരുണ്ട് പാവമാണ്, ഇന്ന ആള് പാവമാണ്. എന്താ പാവം എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ അയാളുടെ മനസ്സിൽ കയറി പരിശോധിച്ചോ? ഈ പാവം എന്ന് പറയുന്നത് എന്താ? ഈ സ്വന്തം വീട്ടിലിരിക്കുന്ന സാധനം അവരുടെ വീട്ടുകാരെ നിന്ന് തട്ടിയെടുത്തോണ്ട്